വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മൈ ഡിയറസ്റ്റ് ബോസ് എന്ന ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വീടിനുള്ളിലേക്ക് കയറിയുടൻ മയങ്ങി വീണ ബോസിനെ യൂഷിൻജെ സോഫയിൽ കിടത്തുന്നു. ഒരു വർഷം നഴ്സിംഗ് പഠിക്കാൻ പോയതിന്റെ എക്സ്പീരിയൻസ് വെച്ച് അവൾ അവന് ഇഞ്ചക്ഷൻ എടുക്കാൻ ഒരുങ്ങിയെങ്കിലും ലിയാന് ആയുസ് ബാക്കിയുള്ളത് കൊണ്ട് അവനെപ്പോൾ ഉണരുന്നുണ്ട്. നീ എന്നെ കൊല്ലാനുള്ള പുറപ്പാടാണെന്ന് ചോദിച്ച് അവളെ തടഞ്ഞിട്ട് വീണ്ടും അവന്റെ ബോധം പോകുന്നു. പിന്നെ ഭാഗ്യപരീക്ഷണത്തിന് മുതിരാതെ അവൾ ഷിയായി വിളിക്കുന്നു. അവളൊരു ഗൈനക്കോളജിസ്റ്റ് ആണ്. തൽക്കാലം കുഴപ്പമില്ല, മരുന്ന് കഴിച്ചാൽ റെഡിയാകും. പക്ഷെ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ വിളിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് ഷിയ അവൾക്ക് വാണിംഗ് കൊടുക്കുന്നു. ബോസിന്റെ വീടിന് തീ പിടിച്ചതും അവനെ വാടകക്കാരനാക്കിയതുമൊക്കെ യൂഷിൻജെ അവളോട് പറയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും ലിയാന്റെ പനി വിട്ട് അവൻ ഉണരുന്നു. അപ്പോഴേക്കും അവൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിരുന്നു. അവന്റെ പനി കുറഞ്ഞു എന്നവൾ നെറ്റിയിൽ തൊട്ട് നോക്കുന്നുണ്ട്. അതിനുശേഷം മേശപ്പുറത്ത് റെഡിയാക്കി വെച്ചിരുന്ന വാടകക്കാരൻ ഒപ്പിടാൻ അവൾ അവനോട് പറയുന്നു. ലിയാൻ അത് വായിച്ചു നോക്കിയ ശേഷം സ്നെയിൽ റൈസ് നൂഡിൽസ് കഴിക്കുന്നത് അൺലിമിറ്റഡ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ട് മുമ്പ് നീ ആഴ്ചയിൽ 3 തവണ കഴിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്, ഇപ്പോൾ പിന്നെ എന്താണ് എണ്ണം ഒഴിവാക്കി നിനക്ക് ഇഷ്ടമുള്ളത്ര കഴിക്കുമെന്ന് എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അത് അയൽക്കാർ തമ്മിലുള്ള കരാറില്ലായിരുന്നോ? ഇത് അങ്ങനെയല്ലല്ലോ, വീട്ടുടമസ്ഥനും വാടകക്കാരും തമ്മിലുള്ള കരാറില്ലേ എന്നവൾ ഗമയിൽ പറയുന്നു. ഞാനിത് ഒപ്പിടില്ല എന്നവൻ പറഞ്ഞപ്പോൾ സുഖമില്ലാതെ വന്ന അവനെ ശുശ്രൂഷിച്ചതിന്റെ പേര് പറഞ്ഞ് സെൻറ്റി അടിച്ച് അവൾ ഒപ്പിടിക്കുന്നുണ്ട്. സൈൻ ചെയ്തതിന്റെ സന്തോഷത്തിൽ അവൾ അവന് ഷേക്ക് ഹാൻഡ് നൽകാൻ കൈ നീട്ടുന്നു. അവൻ കൈ പിടിച്ചു കഴിഞ്ഞപ്പോൾ രാവിലെ ഞാൻ ടോയ്ലറ്റിൽ പോയ ശേഷം കൈ കഴുകാൻ മറന്നുപോയിരുന്നു എന്ന് പറഞ്ഞ് അവൾ അവന് വട്ടാക്കുന്നുണ്ട്. മറ്റൊരു ദിവസം അവൾ കുളിക്കാനായി ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഒരു അണ്ടർ ഗാർമെന്റ് സ്റ്റെയറിൽ വീട് പോകുന്നുണ്ട്. ബാത്റൂമിൽ ചെന്ന് കഴിഞ്ഞാണ് അത് മിസ്സായ വിവരം അവൾ അറിഞ്ഞത്. എവിടെ പോയി എന്ന് തിരിഞ്ഞു വന്നപ്പോൾ സ്റ്റെയറിൽ കിടക്കുന്ന സാധനം കണ്ടെങ്കിലും ആ സമയത്ത് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ബോസ് അത് കാണാതിരിക്കാൻ അവൾ വേഗം ഓടി വന്ന് അതിൻ്റെ മുകളിലേക്ക് ഇരിക്കുന്നു. കാലത്തേക്ക് വീണതാണ് എന്നൊരു കള്ളം അവനോട് പറയുന്നുമുണ്ട്. പിടിച്ചെഴുതേൽപ്പിക്കാനായി അവൻ കൈ നീട്ടുന്നത് കണ്ടപ്പോൾ ബോസ് ഞാൻ വിചാരിച്ചത്ര ദുഷ്ടനാണെന്ന് തോന്നുന്നില്ല എന്നവൾ ചിന്തിച്ചെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ അത് മാറ്റേണ്ടി വരുന്നു. അവൾ അവൻ്റെ കയ്യിൽ പിടിക്കാനായി കൈ നീട്ടിയപ്പോൾ 100 രൂപ തരാമെങ്കിൽ എഴുന്നേൽപ്പിക്കാം എന്നവൻ പറയുന്നു. എന്നേക്കുമായി തറയിൽ സ്റ്റക്കായിരിക്കേണ്ടി വന്നാലും എൻ്റെ കയ്യിൽ നിന്നൊരു ചില്ലി കാശ് പോലും തരില്ല എന്നവൾ പറഞ്ഞപ്പോൾ അതൊക്കെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അന്ന് തന്നെ യൂഷിൻജെ അതിന് പ്രതികാരം ചെയ്യുന്നുണ്ട്. അവൾ ടോയ്ലറ്റിൽ നിന്ന് ടിഷ്യൂ മുഴുവൻ അന്നറിയാതെ മാറ്റുന്നു. ടോയ്ലറ്റ് യൂസ് ചെയ്ത ശേഷമാണ് ടിഷ്യൂ ഇല്ല എന്ന് ലിയാൻ അറിഞ്ഞത്. ടിഷ്യൂ ആവശ്യപ്പെട്ട് അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. 50 രൂപ പേപ്പറിനും 100 രൂപ ലേബർ ചാർജിനും ചേർത്ത് 150 രൂപ തന്നാൽ ടിഷ്യൂ തരാം, വേണമെങ്കിൽ വേഗം പറയണം, ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്നവൾ റിപ്ലൈ നൽകുന്നു. വേറെ വഴിയില്ലാതെ അവൻ ഉടൻ തന്നെ ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള ഈ ഫൈറ്റിനെ കുറിച്ച് കമ്പനിയിൽ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് കൂടി അവൻ മെസ്സേജ് അയക്കുന്നു. പറയാതിരിക്കണമെങ്കിൽ അതിന് വേറെ ചാർജാണ് എന്നവൾ ഉടൻ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന വഴി തന്നെ അവൾ അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങുന്നു. നീ രാവിലെ തന്നെ തുടങ്ങിയെന്ന് ചോദിച്ചവൻ ദേഷ്യപ്പെട്ടപ്പോൾ ബോസിന് കാർട്ടൂൺ പൈജാമ ധരിക്കാൻ ഇഷ്ടമെങ്കിൽ അത് ധരിക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇവിടെ താമസിക്കുന്നെന്ന് കരുതി ബോസിന്റെ സന്തോഷമൊന്നും വേണ്ടെന്ന് വെക്കേണ്ടെന്ന് അവൾ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുന്നു. നാണക്കേട് കാരണം അവൻ എന്തൊക്കെയോ പറഞ്ഞ് എതിർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാർട്ടൂൺ പടമുള്ള സോക്സ് ഇട്ടതിന്റെ പേരും പറഞ്ഞ് അവൾ കളിയാക്കിയത്. പിന്നെ തർക്കിക്കാൻ നിൽക്കാതെ അവൻ വേഗം സ്ഥലപ്പെടുന്നു. തുടർച്ചയായി യൂഷിൻജയുടെ കയ്യിൽ നിന്ന് പണി വാങ്ങിച്ചുകൊണ്ടിരുന്ന അവന് തിരിച്ചവൾക്കിട്ടൊരു പണി കൊടുക്കാൻ അന്നൊരു ചാൻസ് കിട്ടുന്നുണ്ട്. അവൻ ഓഫീസിന്റെ മെയിൻ ഡോർ കടന്ന് അകത്ത് കയറി പുറകിനാണ് അവൾ അന്ന് എത്തിയത്. ഐഡിയുടെ എന്തോ തകരാറ് കാരണം അന്ന് പക്ഷെ അവൾക്ക് ലോക്ക് ഓപ്പണായി കിട്ടുന്നില്ല. ലിയാൻ അത് കണ്ട് നിൽക്കുകയായിരുന്നതിനാൽ എൻ്റെ ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുന്നു. പഞ്ചിങ്ങിനുള്ള ടൈം ആവാറായതിനാൽ അവൾ അവൻ്റെ ഹെൽപ്പ് ചോദിക്കുന്നു. സഹായിക്കാനെന്നോണം മുന്നോട്ട് വന്ന അവൻ പക്ഷെ മെഷീൻ ഫേസ് ഡിറ്റക്ട് ചെയ്യാതിരിക്കാൻ മുഖം പൊത്തിപ്പിടിച്ച് അവിടെ നിന്ന് അവളെ പറ്റിക്കുന്നു. പഞ്ചിങ്ങിനുള്ള ടൈം കഴിഞ്ഞപ്പോൾ നീ ഇന്ന് ലേറ്റാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി പോകുന്നു. അടുത്ത റൗണ്ട് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണല്ലേ എന്ന് യൂഷിൻജെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ലിയാൻ അന്ന് റൂഫ് ടോപ്പിൽ വെച്ച് ഹങ്ദാനെ കാണുന്നുണ്ട്. അവനൊരു മുഖംമൂടി വെച്ചാണ് നിന്നത്. ലിയാന്റെ അയൽക്കാരി അസ്ഥിക്ക് പിടിച്ച കാര്യം അവൻ ലിയാനോട് പറയുന്നു. സിയാസിയോ ആണ് അവിടെ താമസിക്കുന്നതെന്നാണല്ലോ അവൻ വിചാരിച്ചിരിക്കുന്നത്. ഈ മുഖംമൂടി അവളെ ചിരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാനാണ്. അവളുമായി കൂടി കാണാൻ 1-2 അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ഹെങ്ദാൻ അവന്റെ കയ്യിൽ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മീറ്റിങ്ങിനുള്ളതെല്ലാം റെഡിയാക്കി എന്ന് പറയാൻ യൂഷിൻജെ അവിടെ വന്നത്. അവളുടെ ശബ്ദം കേട്ടപ്പോഴേ ഹെങ്ദാൻ അവളെ കാണാതിരിക്കാൻ ലിയാൻ അവന്റെ മുഖം മറച്ച് ചേർത്ത് പിടിക്കുന്നു. യൂഷിൻജെ അപ്പോഴേക്കും അവരെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. വിവരം പറഞ്ഞിട്ട് അവൾ വേഗം സ്ഥലപ്പെടുന്നു. നീ മുഖംമൂടിയും വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകാമെങ്കിൽ എൻ്റെ അയൽക്കാരിയുമായി കാണാനുള്ള ചാൻസ് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ലിയാൻ അവന്റെ മുഖംമൂടി വെപ്പിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അന്ന് രാത്രി യൂഷിൻജെ ആസ്വദിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് ചെന്ന ലിയാൻ ഇത് കഴിച്ച് ഫുഡ് പോയ്സൺ വരില്ലെന്ന് ഉറപ്പാണെന്ന് ചോദിച്ച് അവളെ കളിയാക്കുന്നു. അങ്ങനെ കളിയാക്കണ്ട, ഇത് നല്ല പോഷകാഹാരമാണ്, ഞാൻ നല്ലൊരു കുക്കാണ് എന്നൊക്കെ അവൾ ഗമയിൽ പറയുന്നു. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ ഏപ്രൺ ഊരിയെടുത്തിട്ട് കുക്കിംഗ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അവൻ ഡിഷസ് റെഡിയാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചപ്പോഴേക്കും അവൾ ചാടി വീഴാൻ തുടങ്ങിയെങ്കിലും തൊട്ടു പോകരുത് എന്ന് പറഞ്ഞ് അവളെ വിലക്കിയിട്ട് അവൻ പാത്രങ്ങളെല്ലാം ലെവൽ പിടിച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നു. ലെവലാണോ എന്നൊരു സൈഡിലിരുന്ന് നോക്കുന്നുമുണ്ട്. ഇവനിത് എന്താണ് കാണിക്കുന്നതെന്ന് വിചാരിച്ച് അന്തം വിട്ടിരിക്കുകയാണ് യൂഷിൻജെ. അവസാനം കഴിച്ചോളാൻ അവൻ പെർമിഷൻ നൽകുന്നു. ഒന്ന് വായിൽ വെച്ചപ്പോഴേ ടേസ്റ്റ് അവൾക്ക് ശരിക്കും പിടിക്കുന്നുണ്ട്. ബോസിന്റെ കമ്പനി പൂട്ടിപ്പോയാലും റെസ്റ്റോറൻറ്റ് നടത്തിയാണെങ്കിലും ജീവിക്കാമെന്ന് പറഞ്ഞ് പുകഴ്ത്തിയിട്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ കൈ നീട്ടിയത്.
എന്തിനാണെന്ന് അവൾ അമ്പരപ്പോടെ ചോദിക്കുന്നു. എൻ്റെ കാശ് കൊണ്ട് ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കാശ് തന്നിട്ട് കഴിച്ചാൽ മതി എന്ന് അവൻ പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ച് അവൾ എഴുന്നേറ്റ് അവനെ സോപ്പിടുന്നുണ്ട്. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. തൽക്കാലം ഫുഡ് കഴിച്ചോ, കാശ് ഞാൻ കണക്കെഴുതി വെച്ചോളാം എന്ന് പറഞ്ഞ് അവൻ വാതിൽ തുറക്കാൻ പോകുന്നു. ഷിയാഷിയോ ആയിരുന്നു പുറത്ത്. ലിയാൻ വന്ന് വാതിൽ തുറന്നത് അവൾക്ക് തീരെ ബോധിച്ചില്ല. അവൾ അവനെ രൂക്ഷമായി നോക്കുന്നുണ്ട്. അവളാണെന്ന് കണ്ടതും യൂഷിങ്ജെ ഓടിച്ചെന്ന് അവളെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. ഇവൾ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കിയത് എന്ന് പിറുപുറത്തുകൊണ്ട് ലിയാൻ വാതിലടയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഹെങ്ദാൻ ഇടിച്ചു കയറി അകത്തേക്ക് വരുന്നു. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഹെങ്ദാനും നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ലിയാനും ചോദിക്കുന്നു. താമസം മാറിയ കാര്യം ലിയാൻ അവനോട് പറഞ്ഞിരുന്നില്ല. വീടിന് തീ പിടിച്ചത് കൊണ്ട് തൽക്കാലം ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നൊക്കെ അവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ആ പേരും പറഞ്ഞ് ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ കൂടുതൽ ചാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലേ നീ മാറിയത്, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് എന്ന് ഹെങ്ദാൻ പറയുന്നു. ലിയാൻ അത് തിരുത്താനൊന്നും പോയില്ല. അകത്തേക്ക് കയറാൻ തുടങ്ങിയ ഹെങ്ദാൻ അകത്തെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഷിയാഷിയെ കണ്ട് വാവ് എന്ത് ഭംഗിയെന്ന് പറഞ്ഞ് സ്വയം മറന്നു നിൽക്കുന്നു. പക്ഷേ അവൾ അവനെ മൈൻഡ് ചെയ്യാതെ പോയി ഡൈനിങ് ടേബിളിനരികിലിരിക്കുന്നു. പുറകെ വന്ന ലിയാൻ കണ്ടത് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന യൂഷിങ്ജെയാണ്. അവളെക്കുറിച്ചാണ് ഹെങ്ദാൻ പറഞ്ഞതെന്ന് കരുതി ഇതാണോ ഭംഗി എന്നവൻ പറഞ്ഞു പോകുന്നുണ്ട്. യൂഷിങ്ജെ ഹെങ്ദാനെ കണ്ടപ്പോഴേ ഹായ് പറയുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഷിയാഷിയുടെ വീചാറ്റ് നേരിട്ട് ചോദിക്കാനുള്ള മടി കാരണം ഹെങ്ദാൻ വളഞ്ഞു പിടിക്കാൻ ശ്രമം നടത്തുന്നു. അവനാദ്യം യൂഷിങ്ജയുടെ വീചാറ്റ് കൊണ്ട് ചോദിക്കുന്നു. അവൾ കുഴപ്പമൊന്നുമില്ലാതെ ആഡ് ചെയ്യാനായി ഫോൺ എടുത്തപ്പോൾ ആദ്യമായി കണ്ട ഒരാൾക്ക് വീചാറ്റ് ഐ ഡി നൽകാൻ നിനക്കൊരു മടിയുമില്ലെന്ന് ചോദിച്ച് ലിയാൻ അവനെ വഴക്ക് പറയുന്നു. അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ ഐ ഡി വാങ്ങുന്നു. അടുത്തതായി ഷിയാഷിയോട് ഐ ഡി ചോദിച്ചെങ്കിലും എനിക്കിതിനെ പരിചയമില്ല, അതുകൊണ്ട് തരില്ല എന്ന് അവൾ പറയുന്നു. ആദ്യ നമ്പർ ഫെയിൽ ആയതുകൊണ്ട് ഹെങ്ദാൻ വീണ്ടും ഒരു നമ്പർ എടുക്കുന്നു. നമുക്ക് 4 പേർക്കും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ എന്നവൻ യൂഷിങ്ജയോട് ചോദിക്കുന്നു. അവൻ്റെ ഉദ്ദേശം ഷിയാഷിയോയ്ക്ക് മനസ്സിലായെങ്കിലും യൂഷിങ്ജയ്ക്ക് അതിനും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഓക്കെ പറയുന്നത് കേട്ടപ്പോൾ ലിയാൻ പിന്നെയും ദേഷ്യപ്പെടുന്നുണ്ട്. യൂഷിങ്ജെ അത് ശ്രദ്ധിക്കുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഷിയാഷിയോ യൂഷിങ്ജെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. നേരെ മന്ത്രിയായി വീട്ടിൽ പോകാൻ നോക്കാൻ പറഞ്ഞ് ലിയാൻ ആ സമയം ഹെങ്ദാനെ ഉന്തി തള്ളി പുറത്തു വിടാൻ നോക്കുന്നു. നീ എൻ്റെ വീട്ടിൽ പോയി താമസിച്ചു, പകരം ഞാൻ ഇവിടെ താമസിച്ചോട്ടെ എന്ന് ഹെങ്ദാൻ ചോദിച്ചെങ്കിലും ലിയാൻ അവനെ വേഗം ഓടിച്ചു വിടുന്നുണ്ട്. ഷിയാഷിയെ യൂഷിങ്ജയെ മാറ്റി നിർത്തി സെൽഫ് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാവുന്ന ഒരു ടോർച്ച് അവളെ ഏൽപ്പിക്കുന്നു. ആളിതിൻ്റെ ബോസൊക്കെ ആണെങ്കിലും നിന്നെ ഉപദ്രവിക്കാനോ മറ്റും ശ്രമിച്ചാലോ എന്ന് ഷിയാഷിയെ പറഞ്ഞപ്പോൾ അതിൻ്റെ ചാൻസുമില്ല, അദ്ദേഹം ഗേ ആണ് എന്ന് അവൾ രഹസ്യമായി ഷിയാഷിയോട് പറയുന്നു. എന്തായാലും ശരി, ഇത് നിന്റെ തലയിണക്കീഴിൽ തന്നെ വെച്ചോളണം എന്ന് പറഞ്ഞ് അവളെ അത് ഏൽപ്പിച്ചിട്ടാണ് ഷിയാഷിയോ പോയത്. ഫ്രണ്ട്സ് എല്ലാം പോയ ശേഷം യൂഷിങ്ജെ ആ ടോർച്ചും കയ്യിൽ പിടിച്ച് എന്തോ ചിന്തിച്ചിരിക്കുമ്പോൾ ലിയാൻ അവളോട് ഫ്രണ്ട്ലിയായി എന്തോ സംസാരിക്കാന്നുണ്ടെങ്കിലും ആ സമയത്ത് അവൾക്ക് ഹെങ്ദാൻ്റെ കോൾ വരുന്നു. ഫോൺ വെച്ച ശേഷമാണ് അവനാണ് വിളിച്ചത് എന്ന് ലിയാൻ അറിഞ്ഞത്. നീ അവനെ കുറച്ച് മുമ്പ് പരിചയപ്പെട്ടതേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ നമ്പറും കൊടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി എന്നവൻ ചോദിക്കുന്നു. അതിനെന്താ കുഴപ്പം, അവൻ നല്ല തമാശക്കാരനാണ്, ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടാക്കുന്ന കാര്യം പറയാൻ ഇപ്പോൾ വിളിച്ചത് എന്നവൾ പറയുന്നു. ലിയാന്റെ ഭാവം മാറി ദേഷ്യം പിടിക്കുന്നത് ശ്രദ്ധിച്ച യൂഷിങ്ജെ വിചാരിച്ചത് അവൻ്റെ ലവറെ ഞാൻ തട്ടിയെടുക്കുമോ എന്നെങ്ങാനും കരുതിയായിരിക്കുമോ ബോസ് ചൂടാവുന്നതെന്നാണ്. ബോസിനെയും കൂടി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തട്ടെ എന്നവൾ ചോദിക്കുന്നു. ലിയാൻ പെട്ടെന്ന് നിനക്കിങ്ങനെ കളയാൻ സമയമുണ്ടോ, മന്ദനിൽ തീർക്കേണ്ട റിപ്പോർട്ട് ചെയ്ത് തീർത്തോ, അടുത്ത ആഴ്ച മീറ്റിംഗുള്ള റിപ്പോർട്ട് ശരിയാക്കി എന്നൊക്കെ ചോദിച്ച് അവളെ വഴക്ക് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നു. മന്ദൻ്റെ ആകാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ, ഈ ബോസിന് എന്ത് പറ്റിയെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ യൂഷിങ്ജെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഫോണിൽ കുത്തുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ബോസ് രാവിലെ തന്നെ ആരോടെ ചാറ്റ് ചെയ്യാൻ അന്വേഷിക്കുന്നു. ഹെങ്ദാനാണ്, ഒരുമിച്ച് സിനിമയ്ക്ക് പോയാലോ എന്നവൻ പറയുകയായിരുന്നു എന്നവൾ പറയുന്നു. ഇന്നലെ കണ്ട ഒരുത്തിൻ്റെ കൂടെ നീ സിനിമയ്ക്ക് പോവുകയാണെന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെട്ടപ്പോൾ തമ്മിൽ കുറേ സംസാരിച്ച് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോകുന്നതിൽ എന്താണ് കുഴപ്പം എന്നവൾ ചോദിക്കുന്നു. അവൻ മറുപടി പറയാതെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. യൂഷിങ്ജെ അന്ന് തന്നെ ഹെങ്ദാനുമായി കാണുന്നു. ഷിയാഷിയുമായി മീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഒപ്പിക്കാൻ വേണ്ടി എനിക്ക് എന്തൊക്കെയോ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടോ എന്നൊരു സംശയം. ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. നിന്റെ ഫ്രണ്ട് ഷിയാഷിയെ ഡോക്ടറാണെന്നല്ലേ പറഞ്ഞത്, എന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുമോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അതിനവൾ ഗൈനക്കോളജിസ്റ്റ് ആണ്, നിന്നെ എങ്ങനെ ചെക്ക് ചെയ്യും എന്ന് അവൾ ചോദിക്കുന്നു. ഗൈനക്കോളജിസ്റ്റ് ആണെന്നറിയപ്പോൾ ഒന്ന് നിരാശനായെങ്കിലും സാരമില്ല, അതിനുള്ള അവസരം ഞാൻ ഉണ്ടായിക്കോളാം എന്നവൻ പറയുന്നു. യൂഷിങ്ജെ അന്തം വിട്ടവനെ നോക്കുന്നുണ്ട്. ലിയാൻ അന്ന് ഡിന്നറൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ച് അവൾ വരുന്നതും കാത്തിരിക്കുകയാണ്. കുറേ ആയിട്ടും കാണഞ്ഞപ്പോൾ ഡിന്നർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വേഗം വരാൻ പറഞ്ഞ് അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. പക്ഷേ ഞാൻ ഹെങ്ദാനൊപ്പം ഡിന്നർ കഴിച്ചു എന്ന് പറഞ്ഞ് അവൾ റിപ്ലൈ നൽകുന്നു. അതിനിടയ്ക്ക് അവനൊപ്പം ഡിന്നർ കഴിക്കാനും തുടങ്ങിയോ എന്ന് പറഞ്ഞ് അവനാകെ അസ്വസ്ഥനാവുന്നുണ്ട്. അവൾ തിരിച്ചു വന്നപ്പോൾ അവൻ ഡൈനിങ് ടേബിളിനടുത്തുള്ള കസേരയിൽ കുത്തിയിരുന്ന് ഉറങ്ങുകയാണ്. ഉണ്ടാക്കി വെച്ചതെല്ലാം മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ബോസ് എന്താ ഇവിടെ നിന്ന് ഉറങ്ങുന്നത് എന്ന് ചോദിച്ച് അവൾ അവനെ വിളിച്ചുണർത്തുന്നു. ഡിന്നർ പുറത്തു നിന്നാണ് കഴിക്കുന്നതെങ്കിൽ നിനക്കാര്യം ഒന്ന് കമ്പനിയിൽ വെച്ച് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെടുന്നു. ഓഫീസിൽ വെച്ച് പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും സംസാരിക്കേണ്ടത് ബോസ് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നവൾ ചോദിച്ചപ്പോൾ മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് അവൻ പറയുന്നു. എനിക്ക് വേണ്ടിയാണോ ഡിന്നർ ഉണ്ടാക്കിയതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൻ ചമ്മുന്നുണ്ട്. സാധനങ്ങൾ ഇരിക്കുന്ന കണ്ടപ്പോൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഞാൻ കരുതി, ഉണ്ടാക്കിയെന്നേ ഉള്ളൂ എന്നവൻ പറയുന്നു. ഹെങ്ദാൻ റെക്കമെൻഡ് ചെയ്ത റെസ്റ്റോറൻറ്റിലെ ഫുഡ് വളരെ നല്ലതായിരുന്നു, ഞാൻ പാഴ്സൽ വാങ്ങി വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇത് കഴിക്കാം എന്നവൾ പറയുന്നു. ഹെങ്ദാൻ്റെ റെക്കമെൻഡേഷൻ എന്ന് കേട്ടപ്പോൾ ദേഷ്യം വരുന്നതിനാൽ ഞാൻ പാഴ്സൽ ഫുഡ് കഴിക്കാറില്ല എന്നവൻ പറയുന്നു. ബോസ് കുറച്ച് ദിവസം മുമ്പ് കമ്പനിയിൽ വെച്ച് ലഞ്ചിന് കഴിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ, ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്നതുകൊണ്ടല്ലേ കഴിയാത്തത്, മാത്രമല്ല ഈയിടെ എന്തോ മനസ്സിൽ വെച്ചാണ് ബോസിനോട് പെരുമാറുന്നത്. മന്ദനിലെ റിപ്പോർട്ടിൻ്റെ പേര് പറഞ്ഞ് ഇപ്പോഴേ വഴക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ.
ഇപ്പോൾ അതേ പുറത്തുനിന്ന് ഡിന്നർ കഴിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ബോസിന്റെ ഈ സ്വഭാവം വെച്ച് പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അവൾ പറയുന്നു. നാളെ മുതൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ ഒറ്റയ്ക്ക് കഴിക്കും എന്ന് അവൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ, എനിക്കെന്ത് വേണം എന്ന് അവളും പറയുന്നു. അടുത്ത ദിവസം രാവിലെ രണ്ടുപേരും ഒരേപോലെയാണ് എഴുന്നേറ്റ് വന്നത്. രണ്ടുപേർക്കും ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി കാരണം വയറും തടവിയാണ് വന്നത്. കണ്ടപ്പോഴേ രണ്ടുപേർക്കും കാര്യം മനസ്സിലാവുന്നതിനാൽ രണ്ടുപേരും ബാത്റൂമിൻ്റെ അടുത്തേക്ക് ഓടുന്നു. എനിക്കാദ്യം പോകണം, ഞാൻ വീട്ടുടമയാണ് എന്ന് പറഞ്ഞ് യൂഷിങ്ജയും എനിക്കാദ്യം പോകണം, ഞാൻ റെന്റ് തരുന്ന ആളാണെന്ന് പറഞ്ഞ് ലുയാനും തമ്മിൽ വാതിൽക്കൽ നിന്ന് ഒരു പിടിപിടി നടക്കുന്നുണ്ട്. അവസാനം ഒരു പീസ് താഴെ പോയെന്നാണ് തോന്നുന്നതെന്ന് ലുയാൻ പറഞ്ഞപ്പോൾ അവൾ പിടിവിടുന്നു. അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് യൂഷിങ്ജയുടെ ഫ്രണ്ട് കെക്കെ അവളെ 2 പാക്കറ്റ് ഏൽപ്പിച്ചിട്ട് അതൊന്ന് 2 കമ്പനികളിലേക്ക് അയക്കാമോ, എനിക്ക് അത്യാവശ്യമായി വീട്ടിൽ പോകണം, അതുകൊണ്ടാണെന്ന് അറിയിക്കുന്നു. അവൾ അയക്കാമെന്ന് പറഞ്ഞ് അത് വാങ്ങുന്നുണ്ട്. അടുത്ത ദിവസം ജോലിക്കിടയിൽ ബോസ് അവളോട് അർജൻറ്റായി റൂഫ് ടോപ്പിലേക്ക് ഒന്ന് വരാൻ മെസ്സേജ് അയക്കുന്നു. യൂഷിങ്ജ കഴിഞ്ഞ ദിവസം 2 കമ്പനികളിലേക്ക് അയച്ച കോൺട്രാക്റ്റ് പരസ്പരം മാറിപ്പോയിരുന്നു. കോൺട്രാക്റ്റുകാർ 2 കമ്പനികളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കുകയാണ് എന്നവൻ പറയുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അവൾ അഭിപ്രായപ്പെട്ട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ 2 കമ്പനിക്കും ഒരേ പരിഗണന തന്നെയാണ് നൽകിയത്, രണ്ടും ഒരേ റേറ്റ് തന്നെ ആയതുള്ളത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിക്കരുത് എന്നവൻ പറയുന്നു. ഞാൻ അങ്ങോട്ട് പോയി ഏറ്റെടുത്തൊന്നുമല്ല, അവളൊരു സഹായം ചോദിച്ചപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തതേ ഉള്ളൂ. കൊളീഗ്സ് പരസ്പരം സഹായിക്കണ്ടേ എന്നവൾ ചോദിക്കുന്നു. സഹായിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു ജോലി ഏറ്റെടുത്താൽ ഇത് മുഴുവൻ പൂർത്തിയാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല. ഇതിപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരുന്നെങ്കിൽ അവൾ അതിൻ്റെ ഉത്തരവാദിത്തം നിന്റെ തലയിൽ വെച്ചു ഞാൻ എന്നവൻ പറയുന്നു. ഞാനും കക്കയും കൊളീഗ്സ് മാത്രമല്ല, നല്ല ഫ്രണ്ട്സും കൂടിയാണ്. അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് എതിർത്തിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ആ വീക്കെൻഡിൽ യൂഷിങ്ജ സ്നെയിൽ റൈസ് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുന്നത് കണ്ട് ലുയാൻ പരാതിയുമായി ചെല്ലുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും, ഇഷ്ടമില്ലാത്തവർ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കൊള്ളണം എന്നവൾ പറയുന്നു. ലിയൻ ഉടൻ തന്നെ പോയി ഒരു സ്പ്രേ എടുത്തുകൊണ്ട് വന്ന് അവൾ കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ മുകളിലേക്ക് അടിക്കാൻ തുടങ്ങുന്നു. നീ എന്താണ് ഈ കാണിക്കുന്നത്, ഇനി ഞാൻ ഇതെങ്ങനെ കഴിക്കുമെന്ന് ചോദിച്ച് അവൾ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ വാടക തരുന്നതല്ലേ, എനിക്ക് എവിടെ വേണമെങ്കിലും സ്പ്രേ അടിക്കാം, നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴി നോക്കിക്കോ എന്ന് അവൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവൻ തിരിച്ചു പറയുന്നു. യൂഷിങ്ജയ്ക്ക് ആകെ കരി കയറുന്നുണ്ട്. ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി അവൾ ഒരു സ്പീക്കറും ഗിത്താറും എടുത്തുകൊണ്ട് വരുന്നു. നിനക്ക് ഒരുപാട് സൗണ്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നീ ഇവിടെ താമസത്തിന് വന്ന ശേഷം ഞാൻ TV കാണുന്നത് പോലും വോളിയം കുറച്ചായിരുന്നു. ഇന്ന് ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ ഗിത്താറിൽ തട്ടി ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. സ്പീക്കറിൽ കണക്ട് ചെയ്തിരുന്നത് കൊണ്ട് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സൗണ്ട് പുറത്തു വരുന്നു. ലിയാന് ചെവി പൊട്ടുന്നത് പോലെ തോന്നിയെങ്കിലും നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അകത്ത് പേരും മൗത്തോർഗൺ എടുത്തുകൊണ്ട് വന്ന് ഊതാൻ തുടങ്ങുന്നു. രണ്ടുപേരും മത്സരിച്ച് പരിപാടി തുടങ്ങുന്നു. ക്ഷീണിച്ചൊരു വഴിക്കായിട്ടും തോറ്റു കൊടുക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ട് രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് മത്സരിക്കുകയാണ്. അപ്പോഴാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടത്. നമ്മുടെ ശബ്ദം കൂടിപ്പോയത് കൊണ്ട് പ്രോപ്പർട്ടി മാനേജർ ആന്റിയങ്ങാനും ബന്ധമായിരിക്കുമെന്ന് യൂഷിങ്ജ ചോദിക്കുന്നു. ഞാൻ പോയി നോക്കാമെന്ന് ലിയാൻ പറഞ്ഞെങ്കിലും വേണ്ട, ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞ് അവൾ ഓടിച്ചെന്ന് വാതിൽ തുറക്കുന്നു. പുറത്ത് നിൽക്കുന്ന ആളിനെ കണ്ട് യൂഷിങ്ജ ഞെട്ടി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സഫ്നയ്ക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.